ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കറിയാം കൂടുതലും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശിവനെയും ശിവകുടുംബത്തെയുമാണ്. അപ്പൊ ശിവൻ വന്നാൽ എന്തായി? മംഗളസ്വരൂപിയായി അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയിലൂടെ, ഇതാണ് ശിവൻ. നിന്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞതയെ, അറിവില്ലായ്മയെ മാറണമെങ്കിൽ, ഉള്ളിലിരിക്കുന്ന മനോമാലിന്യങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൂർത്തിയെ ഭജിക്കുക, നല്ല കീർത്തനങ്ങൾ ചൊല്ലുക. അപ്പൊ പറഞ്ഞു ശിവ, ശങ്കര, ശർവ, ശരണ്യ, വിഭോ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? നാരായണ ഗുരുദേവനാണ് അല്ലെ. ഗുരു പറഞ്ഞു പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരമാണ്. കരളീന്ന് കള എന്ന് വെച്ചാല് എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കെന്നും കൂട്ടായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ഒരു തലോടൽ മാത്രമാണെന്ന് നമ്മളെ പഠിപ്പിച്ച മഹാഗുരു വാരണപ്പള്ളിയിൽ നിന്ന് ആ പഠനത്തിന് ശേഷം മരുത്വാമലയിലേക്ക് പോയി. അവിടുന്ന് പറഞ്ഞല്ലോ, താഴേക്ക് ഇറങ്ങി വന്നതിൻ്റെ കാരണം തന്നെ എന്നെയും നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരണം. കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന ആൾക്കാരെ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ പല പല മാർഗങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിന് ആദ്യമായിട്ട് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷതാത് അല്ല ക്ഷയാത് ത്രായതേ, ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു സങ്കടം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നത് എവിടെയാണ്? കാര്യങ്ങളൊക്കെ ആരോടാ പറയുന്നേ? ഭഗവാനോട് പറയും അല്ലേ. അപ്പൊ ഭഗവാനോട് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല. അങ്ങനെ ആരാധിക്കാൻ നമുക്കൊരു മൂർത്തിയെ തന്നു. അവിടെ നിന്നില്ല, ആ മൂർത്തിയെ എങ്ങനെ വിളിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു അല്ലേ. ആ മൂർത്തിയെ എങ്ങനെ? ചൊക്കൻ കാണി എന്ന പേരുള്ള അരുവിപ്പുറമാണ്, ചൊക്കൻ കാണി എന്ന പേരുള്ള പ്രദേശമാണ് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടത്? അരുവിപ്പുറമായിട്ട് മാറിയത്. കൈതക്കോണമാണ് പിന്നീട് ശിവഗിരിയായി, ശിവന്റെ ഗിരിയായി, നന്മയുടെ ഗിരിയായി, മംഗളത്തിന്റെ ഗിരിയായി. ആ മംഗളത്തിന്റെ ഗിരിയിൽ ഒരു ജ്ഞാനപ്രദായിനിയായ അമ്മയെ നമുക്ക് തന്നു. എന്നിട്ട് ധർമാർത്ഥ കാമ മോക്ഷത്തിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിച്ചുകൊണ്ടൊരു ശാരദാ പ്രതിഷ്ഠ അവിടെ തന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ, ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ നാരായണ ഗുരുദേവൻ്റെ ദർശനം എന്താണെന്നും ഗുരു എന്താണ് നമ്മളോട് പറഞ്ഞു തന്നത്. ഇപ്പം ആത്മോപദേശ ശതകം പോലുള്ള ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ അധികം ആരും ചൊല്ലാൻ എടുക്കാത്ത ഒരു കൃതിയാണ് അല്ലേ. ആത്മോപദേശ ശതകമൊക്കെ ചൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ ചൊല്ലുവോ? സാധാരണ ഗുരുദേവ കൃതികൾ പറയുമ്പോൾ എപ്പോഴും ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ ആത്മോപദേശ ശതകത്തിൽ ആദ്യമേ തന്നെ പറയുന്നത്, ആദ്യത്തെ കുറേ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധകൻ എങ്ങനെയാണ് ഈശ്വരനിലേക്ക് അടുക്കേണ്ടത്, അതിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കാൻ പറഞ്ഞാൽ ഈ കരുവിനെ അറിയാൻ, അവനവൻ്റെ ഉള്ളിലുള്ള ആത്മസത്തെ അറിയാൻ പുറത്തേക്ക് പായുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കിയിട്ട് ആ നോട്ടം എങ്ങോട്ട് നോക്കണം? അകത്തേക്ക് കുറച്ച് സമയം. പറയുമല്ലോ, കഠോപനിഷത്ത് വ്യക്തമായിട്ട് പറയും, ഈ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് നമുക്ക് തന്ന നല്ല ഒരു ഈശ്വരൻ തന്നെ ഏറ്റവും നല്ല വരദാനമാണ് ഇന്ദ്രിയങ്ങൾ. കാരണം ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയും ഒക്കെ അടങ്ങുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തിനെ അറിയാൻ സഹായിക്കുന്നത് ഇന്ദ്രിയങ്ങളാണെങ്കിൽ ഒരു ദോഷവും കൂടി അവിടെയുണ്ട്. ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് ഇത് പുറത്തേക്കാണ് വെച്ചതെന്ന്. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം എങ്ങോട്ടാണ്? പുറത്തേക്കാണ്. അപ്പൊ അവിടെ പറയും പരാഞ്ചിഖാനി വിതരണത് സ്വയംഭൂ പരാങ് പശ്യന്തിന അന്തരാത്മൻ. പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് നോക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെയൊക്കെ നോട്ടം എങ്ങോട്ടായി? പുറത്തേക്കായി. പുറത്തേക്ക് നോക്കുന്നിടത്തോളം കാലം ദുഃഖം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അകത്തേക്ക് നോക്കാൻ പഠിപ്പിച്ച ഋഷിയായിരുന്നു നാരായണ ഗുരുദേവൻ. അതിനാണ് ഗുരു പറഞ്ഞത്, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരു തെര വീണ്
വണങ്ങി ഓതാൻ നമ്മളോട് പറഞ്ഞല്ലേ, തെരുതെര വീണ് വണങ്ങി ഓതണം കേട്ടോ. ഈ കരുവിനെ, ഈ ആത്മാവിനെ അറിയാനായിട്ട് കുറച്ച് സമയം എങ്ങോട്ട് നോക്കണം? അകത്തേക്ക് നോക്കണം. അപ്പൊ കുറച്ച് സമയം ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ വെക്കാനാണ് ഇതുപോലുള്ള സത്സംഗവേദിയിൽ വന്നിരിക്കാൻ പറയും അല്ലേ. അങ്ങനെ സത്സംഗവേദിയിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. സാധാരണഗതിയിൽ പ്രഭാഷണ വേദിയിലൊക്കെ വരുന്നവരുടെ ഒരു പ്രായമൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കുട്ടികളൊക്കെ ആ ഭാഗത്തോട്ട് പോലും വരാറുണ്ടാവില്ല. പിന്നെ നമുക്കൊക്കെ ആണെങ്കിലും വരണമെന്ന് തോന്നിയത് വളരെ താമസിച്ചാണ് ഇല്ലേ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ MDMA പോലെയുള്ള രാസലഹരി പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് സമൂഹത്തിൽ ആകപ്പാടെ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷേ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ള ഗുരുവിൻ്റെ സന്ദേശത്തെ നമ്മൾ എല്ലാ വേദിയിലും പറയാറുമുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യ കൊണ്ട് ഒരിക്കലും ഒരു പ്രബുദ്ധത നമ്മുടെ കുട്ടികൾ കൈവരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലേ. അങ്ങനെ പ്രബുദ്ധത കൈവരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹപാഠിയോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അവിടെയാണ് നാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകം പോലുള്ള കൃതികളിൽ പറയുന്നത്, ഒരു പീഡ എറുമ്പിനു പോലും വരുത്തരുതെന്നുള്ള അനുകമ്പ. അവിടെ പറയൂ, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അല്ലെ ഗുരുവിനെ അറിയണമെങ്കിൽ, ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60-ാം വയസ്സിൽ ശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്ത് പറ്റും? എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഈശ്വരൻ നമുക്ക് നല്ലൊരു ആനുകൂല്യം തരും. കാരണം അവിടെ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണിച്ചു തരുമെന്ന നമ്മൾ ഏതെല്ലാം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊരു ഓർമ്മയൊക്കെ എവിടെ വെച്ചുണ്ടാകും? ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പറയും, ഭഗവാനെ ഇനി ഒരു ജന്മം എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഇങ്ങോട്ട് വന്നാൽ ഞാൻ നല്ല കുട്ടിയായിട്ട് ഭഗവാനിലേക്ക് ചേരാനുള്ള സകല കർമ്മങ്ങളും ചെയ്തു കൊള്ളാമെന്നൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ എല്ലാം മറന്നുപോയി അല്ലേ. മറന്നുപോയിട്ട് വീണ്ടും വീണ്ടും ജനിക്കാനുള്ള സകല കാര്യങ്ങളും ചെയ്തു എന്നാ. അപ്പൊ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞൊരു കൃതിയിൽ പറയും, ആധോ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം വിൺമൂത്രാമേധ്യമധ്യേ കൊതയതി നിതരാം ജാഡരോ ജാതവേദ. ആദിയില് കർമ്മം കൊണ്ട് എനിക്കൊരു ജനനിയുടെ ജഡരത്തിൽ പോയി ശയിക്കേണ്ടി വന്നു. പക്ഷെ പ്രശ്നം എന്താ? അവിടെ കിടന്നപ്പോൾ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. അവിടെ കിടന്നത് തന്നെ മലത്തിലും മൂത്രത്തിലും ആയതുകൊണ്ട് പലതരത്തിലുള്ള കൃമികീടങ്ങൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ആരെ വിളിച്ചില്ല? ഭഗവാനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നാ.